കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിഗണനയാണ് ജൂറി നൽകിയത്. ഇന്നലെ പ്രകാശ് രാജ് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ മന്ത്രിയായതിനു ശേഷം എടുത്തൊരു നിലപാടുണ്ട്. ജൂറി തയ്യാറാക്കുന്ന അവാർഡ് ആർക്കാണോ അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. അതിനകത്ത് ആരാണെന്ന് ചോദിക്കാറുമില്ല, പറയാറുമില്ല. അതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞിട്ടുമില്ല. കാരണം അത് അത്ര സുതാര്യമായി ചെയ്യണമെന്നും അത് സത്യസന്ധമായി ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡിനെ സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടായില്ലെന്നുള്ളത് നിങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പരാതി ഉണ്ടായിട്ടില്ല. ആ പരാതികളില്ലാതെ ഏറ്റവും മികച്ച ഒരു പ്രഖ്യാപനമാണ് എന്നുള്ളതാണ്. പ്രകാശ് രാജ് ഇത് പറയുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. സത്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി. അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവസാനത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടില്ല. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് മലയാളം പോലൊരു സംസ്ഥാനത്ത് അല്ലെ ഭാഷ വഴി നടത്തുന്ന സിനിമയിൽ നമ്മളെല്ലാ മേഖലയും സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ SC/STക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ ആകെ വന്ന 137 ചിത്രങ്ങളിൽ 10% ക്വാളിറ്റി ഉള്ളത്. ഇത് ജൂറി പറയുന്ന കാര്യമാണ്. ഞാൻ കണ്ടിട്ടില്ല അതിനകത്തെ സിനിമ. അപ്പോൾ ജൂറിയാണ് വിലയിരുത്തിയത്. അതിൻ്റെ അർത്ഥം എന്താ? സിനിമയുടെ നിർമ്മിക്കുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ മൂല്യമുള്ള അവതരണമായി സിനിമയെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം മലയാള സിനിമ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തി ക്രിയേറ്റീവായി കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്ന വിമർശനവും ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു. സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം. രണ്ടാമതൊരു പറഞ്ഞ കാര്യം, സിനിമാ മേഖലയിൽ ഇപ്പോൾ സംവിധായകർ, ആ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആളുകൾ കുട്ടികളുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. ഈ 2 കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. നമ്മളിപ്പോൾ SC/STക്ക് പ്രൊമോഷൻ കൊടുത്തതുപോലെ സ്ത്രീകൾക്ക് പ്രൊമോഷൻ കൊടുത്തതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെൻറ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, അത് ഒരു കുറവല്ല, പല കുറവുകൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന നടപടി ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഞാൻ ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവർ കണ്ടില്ല, ജൂറി കണ്ടില്ല. അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട്. ആ സങ്കടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കാണണ്ട. നമ്മളത് പരിഹരിക്കുക. നമുക്ക് വിമർശനങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? വിമർശനങ്ങൾ വരട്ടെന്ന്.